പ്രണയമഴ ഭാഗം 11. ഭദ്രയെ ആദ്യമായി കണ്ട ദിവസം മുതൽ അവൾക്കുള്ളിൽ എന്തോ ഒരു പരിചിതത്വം തോന്നിയിരുന്നു. അതെന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. പക്ഷേ ഇന്ന് അവൾ ചിരിക്കുന്നതും ഭയപ്പെടുന്നതും കണ്ണുകൾ താഴ്ത്തി നിൽക്കുന്നതും എല്ലാം കണ്ടപ്പോൾ വീണ്ടും വീണ്ടും ഒരാളുടെ ഓർമ്മ മാത്രമാണ് അവനിലേക്ക് വന്നത്. സാവിത്രി. ആ പേര് മനസ്സിലൂടെ കടന്നുപോയ നിമിഷം കാശിയുടെ കണ്ണുകൾ മുറുകെ അടഞ്ഞു. ഇല്ല, അവൻ പെട്ടെന്ന് തല കുലുക്കി. അവൾ സാവിത്രിയല്ല. പക്ഷെ മനസ്സത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. ഭദ്രയുടെ ചിരിയിലും മുടി ഒതുക്കുന്ന രീതിയിലും ചെടികളോട് സംസാരിക്കുന്ന പതിവിലും എവിടെയൊക്കെയോ സാവിത്രിയുടെ നിഴൽ അവൻ കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണോ താൻ അവളെ ഇത്ര ശ്രദ്ധിക്കുന്നത്? അതോ അതിലപ്പുറം മറ്റെന്തെങ്കിലും? ആ ചിന്ത വന്ന നിമിഷം കാശി പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. മുഖത്ത് വീണ്ടും ആ പഴയ ഗൗരവം തിരികെ വന്നു. നോ, അവൻ സ്വയം പറഞ്ഞു. ഇതൊന്നും വേണ്ട. പക്ഷെ എത്ര നിഷേധിച്ചിട്ടും മഴയുടെ ശബ്ദത്തിനിടയിൽ അവന്റെ മനസ്സിൽ വീണ്ടും തെളിഞ്ഞത് ഒരേ ഒരു ദൃശ്യം മാത്രമായിരുന്നു. വിറച്ച് കണ്ണുകൾ അടച്ചു നിൽക്കുന്ന ഭദ്ര. അവൻ ഭദ്ര വന്ന് നിൽക്കാറുള്ള ബാൽക്കണിയിലേക്ക് നോക്കി. അവിടെ ഇരുട്ടാണ്. പെട്ടെന്നാണ് അവൻ അതിനടുത്തുള്ള മുറിയിലെ ജനാലയുടെ അടുത്ത് നിൽക്കുന്ന ഒരു നിഴൽ രൂപം ശ്രദ്ധിച്ചത്. റൂമില് ഇരുട്ടായിരുന്നു. പക്ഷെ പെട്ടെന്നുള്ള മിന്നലിന്റെ വെളിച്ചത്തിൽ ജനാലയുടെ അടുത്ത് നിൽക്കുന്ന ആ രൂപം അവൻ നിൽക്കുന്ന ഭാഗത്തേക്ക് അവനെ തന്നെ നോക്കി നിൽക്കായിരുന്നു. മഴ ഇപ്പോഴും താളം തെറ്റാതെ പെയ്യുകയായിരുന്നു. ബാൽക്കണിയുടെ റെയിലിംഗിൽ കൈവച്ച് നിൽക്കുന്ന കാശിയുടെ കണ്ണുകൾ ആ ജനാലയിലായിരുന്നു പതിഞ്ഞത്. ഇരുട്ടിനിൽ നിൽക്കുന്ന ആ രൂപം, അതെ, ആരോ അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. മിന്നൽ വീണ്ടും ആകാശത്തെ കീറിപ്പാഞ്ഞ നിമിഷം ആ മുഖം അവൻ വ്യക്തമായി കണ്ടു. ഭദ്ര. കാശിയുടെ ഹൃദയം ഒന്ന് ശക്തമായി മിടിച്ചു. അവൾ ജനാലയ്ക്ക് പിന്നിൽ നിന്നു. മുറിയിലെ വെളിച്ചം ഓഫ് ചെയ്തിരുന്നതിനാൽ അവളുടെ രൂപം പൂർണ്ണമായും കാണാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ അവളുടെ കണ്ണുകൾ, ആ കണ്ണുകൾ നേരെ അവനിലായിരുന്നു. ഒരു നിമിഷം രണ്ടുപേരും അനങ്ങാതെ നിന്നു. മഴയുടെ ശബ്ദം മാത്രം. കാശിക്ക് എന്തുകൊണ്ടോ നോട്ടം മാറ്റാൻ കഴിഞ്ഞില്ല. അവളും മാറ്റിയില്ല. അവൻ പതുക്കെ നേരെ നിന്നു. നനഞ്ഞ മുടിയിൽ നിന്നും വെള്ളത്തുള്ളികൾ കവളിലൂടെ ഒഴുകി വീണു. ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ഭദ്രയ്ക്ക് കാശിയുടെ കണ്ണുകൾ തനിക്ക് മേൽ തന്നെയാണ് എന്ന് മനസ്സിലായ നിമിഷം ഭദ്ര പെട്ടെന്ന് പിന്നിലേക്ക് മാറി. ഹൃദയം എന്തോ തെറ്റ് ചെയ്യുന്നത് പോലെ വേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. അവൾ ജനാലയുടെ ചുവരിൽ ചാരി നിന്ന് കണ്ണുകൾ മുറുക്കി അടച്ചു. പുറത്ത് മഴ അപ്പോഴും പെയ്യുന്നുണ്ടായിരുന്നു. ആ മഴയുടെ ശബ്ദം അവൾക്ക് ഏറെ ഇഷ്ടമായിരുന്നു. കാരണം എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ രാത്രികളിൽ തൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ പുറത്തേക്ക് വരാൻ ധൈര്യം കണ്ടെത്തുന്നത് ആ മഴയോടൊപ്പമായിരുന്നു. എല്ലാ ദിവസവും ഉറക്കം വരാതെ കിടക്കുന്ന രാത്രികളിൽ അവൾ പതിവായി ജനാലക്കരികിൽ എത്തി നിൽക്കും. അവിടെ നിന്ന് ഇരുണ്ട ആകാശവും മഴയും നോക്കി നിൽക്കുമ്പോഴാണ് പഴയ ഓർമ്മകൾ ഒന്നൊന്നായി മനസ്സിലേക്ക് കയറി വരുന്നത്. ശ്യാം. ആ പേര് ഓർത്ത നിമിഷം തന്നെ അവളുടെ കണ്ണുകൾ നനഞ്ഞു. അവൾ പതുക്കെ ബെഡിന്റെ അരികിലേക്ക് ചെന്നിരുന്നു. ആരും തൻ്റെ സങ്കടങ്ങൾ അറിയരുത്. ആരും തനിക്ക് വേണ്ടി വിഷമിക്കരുത്. അതായിരുന്നു ഭദ്രയുടെ ഏറ്റവും വലിയ പിടിവാശി. അതുകൊണ്ട് തന്നെ കൂടുതലും അവൾ ചിരിച്ചുകൊണ്ടേയിരിക്കും, സംസാരിച്ചുകൊണ്ടേയിരിക്കും. പുറമേ നിന്ന് കാണുന്നവർക്ക് അവൾ പഴയ ജീവിതത്തെ പൂർണ്ണമായി മറന്നതുപോലെ ഒരാളായി തോന്നും. പക്ഷെ യാഥാർത്ഥ്യം അതല്ലായിരുന്നു. ഇന്നും ചില രാത്രികളിൽ ശ്യാമിന്റെ അമ്മയുടെ മുഖം ഓർമ്മ വരും. തന്നെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ച ആ സ്ത്രീ എപ്പോഴാണ് മാറിയത്? അനിയത്തിയുടെ കളിയും ചിരിയും ഓർമ്മ വരും. അനിയന്റെ വാശികൾ ഓർമ്മ വരും. അതിൽ കൂടുതലും തൻ്റെ അച്ഛനും അമ്മയും. തന്നെ മനസ്സിലാക്കാതെ, താൻ പറയുന്നത് കേൾക്കാതെ, തന്നെ എപ്പോഴും കുറ്റപ്പെടുത്തിയും ശ്യാമിനെ അനുകൂലിച്ചും പറയുന്ന അവരെ അവസാനമായി അവരോട് സംസാരിച്ച് അവരെ വിട്ട് ഇറങ്ങി വന്ന ആ ദിവസം ഓർക്കുമ്പോൾ ഇന്നും ഉള്ളിൽ എന്തോ തളർന്നു പോകുന്നത് പോലെ തോന്നും. ഭദ്ര കണ്ണുകൾ മുറുക്കി അടച്ചു. ഞാൻ ശരിക്കും എല്ലാവരെയും മറന്നോ? അവൾ സ്വയം ചോദിച്ചു. ഉത്തരം ഇല്ലായിരുന്നു. മറക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ചില ബന്ധങ്ങൾ അങ്ങനെ മനസ്സിൽ വേര് പിടിക്കും. വേദനിപ്പിച്ചാലും നമ്മളെ വിട്ടു പോകില്ല. വൈകുന്നേരം അഡ്വക്കേറ്റ് വിളിച്ചിരുന്നു. ഇതുവരെ ശ്യാമിന്റെ സൈഡിൽ നിന്നും നോട്ടീസിൽ ഒപ്പിട്ടിട്ടില്ല മോളെ. നാളെ ഒരിക്കൽ കൂടി ഞാൻ സംസാരിക്കാം. അദ്ദേഹത്തിന്റെ ശബ്ദം ഇപ്പോഴും ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് അവളുടെ ഫ്രണ്ടിന്റെ അച്ഛനായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ജീവിതത്തിൽ നടന്നതെല്ലാം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. വേഗമെല്ലാം ശരിയാകും, അദ്ദേഹം പറഞ്ഞു. പക്ഷേ ശരിക്കും എന്താണ് ശരിയാകാൻ പോകുന്നത്? ശ്യാമിനി മീരയുടേതായി കഴിഞ്ഞിരിക്കുമോ? ആ ചിന്ത വന്നപ്പോൾ അവളുടെ നെഞ്ചിനുള്ളിൽ ഒരു വിചിത്രമായ വേദന പടർന്നു. അത് പ്രണയം നഷ്ടപ്പെട്ട വേദനയല്ലായിരുന്നു, മറിച്ച് ഞാൻ ചതിക്കപ്പെട്ടു പോയി എന്ന തിരിച്ചറിവിന്റെ വേദന.
ഒരു മനുഷ്യനെ വിശ്വസിച്ച് അവന്റെ വാക്കുകൾക്കായി സ്വന്തം ജീവിതം വരെ മാറ്റിവെച്ച ഒരാളുടെ ഉള്ളു തകർന്ന വേദന. ഭദ്ര പതുക്കെ തല കുനിച്ചു. കണ്ണുനീർ ഒരു തുള്ളി അവളുടെ കൈമേൽ വീണു. പുറത്ത് മഴ ശക്തമായി പെയ്യുകയായിരുന്നു. ആ മഴയുടെ ശബ്ദത്തിനിടയിൽ അവൾ അറിയാതെ വീണ്ടും ഓർത്തത് ജനാലയ്ക്ക് അപ്പുറം മഴയിൽ നിൽക്കുന്ന ആ കണ്ണുകളെയായിരുന്നു. കാശിയുടെ കണ്ണുകൾ. മഴ ഇപ്പോഴും താളമിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. ഭദ്ര വീണ്ടും പതുക്കെ ജനാലക്കരികിലേക്ക് നടന്നു. ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ടായിരിക്കുമോ? എന്തിനാ താനത് അറിയാൻ ആഗ്രഹിക്കുന്നത്? അവൾക്ക് തന്നെ മനസ്സിലായില്ല. പക്ഷേ അവൻ ആ മഴയിൽ നനഞ്ഞു നിൽക്കുന്നത് കണ്ട നിമിഷം മുതൽ മനസ്സിലെന്തോ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. അവൾ പതുക്കെ കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കി. ഇല്ല, ബാൽക്കണിയിൽ ആരുമില്ലായിരുന്നു. അത് കണ്ടപ്പോൾ അവളുടെ ഉള്ളിൽ നിന്നൊരു ശ്വാസം പുറത്തേക്ക് വന്നു. അറിയാതെ തന്നെ അവൾ ആശ്വസിച്ചിരുന്നു. കുറച്ചു നേരം കൂടി അവൾ അവിടെ നിന്നു, മഴയിലേക്ക് നോക്കിക്കൊണ്ട്. പിന്നെ വീണ്ടും അവന്റെ ബാൽക്കണിയിലേക്ക് കണ്ണുകൾ നീങ്ങി. ബാൽക്കണിയുടെ ഡോർ അടച്ചിരുന്നില്ല. അകത്തു നിന്നുള്ള മങ്ങിയ വെളിച്ചം പുറത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. അകത്തേക്ക് പോയല്ലോ, അവൾ മനസ്സിൽ പതുക്കെ പറഞ്ഞു. പിന്നെ ജനാല അടച്ച് ബെഡിനരികിലേക്ക് ചെന്നിരുന്നു. മഴയുടെ തണുപ്പ് മുറിയിലേക്ക് പടരുന്നുണ്ടായിരുന്നു. അവൾ പുതപ്പ് വലിച്ചിട്ട് പതുക്കെ കിടന്നു. അതേസമയം കാശി വാഷ്റൂമിന്റെ കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് തല തുവർത്തുകയായിരുന്നു. മുടിയിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇനിയും വീഴുന്നുണ്ടായിരുന്നു. അവന്റെ മുഖത്ത് അസ്വസ്ഥത വ്യക്തമായിരുന്നു. ഇവൾക്ക് ഓർക്കൂല്ലേ? അവൻ ദേഷ്യത്തോടെ തന്നെ ചോദിച്ചു. രാത്രിയിലും മനസമാധാനം തരില്ല, പറഞ്ഞുകൊണ്ട് വീണ്ടും തല തുടച്ചു. പക്ഷെ ആ വാക്കുകളിൽ മുഴുവൻ ദേഷ്യമല്ലായിരുന്നു, അതിലൊരു ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. അവൻ ഒരു നിമിഷം അനങ്ങാതെ നിന്നു. ഇപ്പോഴും ജനാലക്കരികിൽ തനിയുണ്ടാകുമോ? ആ ചിന്ത വന്നതും അവൻ വേഗം തലകുലുക്കി. കാശി, സ്റ്റോപ്പ് ഇറ്റ്! അവൻ സ്വയം ശാസിച്ചുകൊണ്ട് അവൻ ബാൽക്കണി ഡോർ അടച്ചു. പിന്നെ ബെഡിലേക്ക് ചെന്ന് കിടന്നു. എന്നാൽ കണ്ണുകൾ അടച്ചിട്ടും ഉറക്കം വരാൻ വൈകി. പിറ്റേന്ന് രാവിലെ സംഗീതയും ഭദ്രയും ഒരുമിച്ചാണ് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയത്. കാറിൽ ഇരിക്കുമ്പോഴും സംഗീത സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് ജോയിൻ ചെയ്തിട്ട് വൈകിട്ട് ഞാൻ ലഗേജുമായിട്ട് തറവാട്ടിലേക്ക് പോകും. അവൾ വിഷമത്തോടെ മുഖം ചുളിച്ചു. ഇന്നു മുതൽ ജയിൽവാസാണ് എനിക്ക്. അവളുടെ പറച്ചിൽ കേട്ട് ഭദ്ര ചിരിച്ചു. മുത്തശ്ശി എന്നെ കൊല്ലാതെ കൊല്ലും. ഇപ്പോഴും ലോകം പുരോഗമിച്ചതൊന്നും മുത്തശ്ശിക്ക് അറിയില്ല. അങ്ങോട്ട് വെട്ടവും വെളിച്ചവും ഇതുവരെ ചെന്നിട്ടില്ല എന്നെനിക്ക് തോന്നുന്നത്. സംഗീത പറഞ്ഞത് കേട്ട് ഭദ്ര വീണ്ടും ചിരിച്ചു. അങ്ങനെ സംസാരിച്ചു കൊണ്ട് തന്നെ അവർ ഹോസ്പിറ്റലിലെത്തി. രണ്ടുപേരും ഒരേ സെക്ഷനിൽ ആയതുകൊണ്ട് ഭദ്രയ്ക്ക് കുറച്ചൊക്കെ സമാധാനം തോന്നി. പക്ഷേ ഒരു കാര്യം അവൾ ശ്രദ്ധിച്ചു. വന്ന് കുറെ സമയമായിട്ടും കാശിയെ എവിടെയും കണ്ടില്ല. അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ പലതവണ അവനെ തിരഞ്ഞു. കാശി സാറ് ഇന്നില്ലേ? സംഗീത അടുത്തിരുന്ന സീനിയർ നേഴ്സിനോട് ചോദിച്ചു. അറിയില്ല, ഇന്ന് എമർജൻസി ഒന്നുമില്ലല്ലോ, ചിലപ്പോ ലീവായിരിക്കും. അവർ ഫയൽ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. സാധാരണ ലീവ് എടുക്കാറില്ല, വയ്യായ്ക വന്നാൽ മാത്രമാണ് വരാതിരിക്കുന്നത്. അത് പേഷ്യൻസിനും കൂടി പകർന്നാലോ എന്ന് കരുതിയാണ്. അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുമ്പോഴും സാറ് വരും. അത് കേട്ട നിമിഷം ഭദ്രയുടെ മനസ്സിലേക്ക് ഇന്നലെ രാത്രിയിലെ മഴ എത്തി. മഴയിൽ നനഞ്ഞു നിൽക്കുന്ന കാശി. ഇനി പനി പിടിച്ചോ? ആ ചിന്ത വന്നതും അവൾ പെട്ടെന്ന് നിന്നു. അടുത്ത നിമിഷം തന്നെ അവൾ സ്വയം ശാസിച്ചു. ഞാൻ എന്തിനാ അതൊക്കെ ആലോചിക്കുന്നത്? വേഗം അവൾ അവിടെ നിന്നും അപ്പച്ചനെ കാണാനായി പോയി. അപ്പച്ച! അവൾ വിളിച്ചിട്ടും നോക്കാതിരിക്കുകയാണ്. മുഖം മുഴുവൻ പരിഭവം നിറഞ്ഞിരുന്നു. ഭദ്ര അടുത്തേക്ക് ചെന്ന് മരുന്നെടുത്തു. അപ്പച്ച, മരുന്ന് കഴിക്കാം. എനിക്ക് വേണ്ട. അദ്ദേഹം മുഖം തിരിച്ചു. ഇന്നലെ വന്ന ആ കുഞ്ഞെവിടെ? അവളെ വിളിച്ചാൽ മതി. ഭദ്ര കണ്ണുമിഴിച്ചു. അതെന്താ അങ്ങനെ? അവള് നല്ല സ്നേഹത്തോടെ സംസാരിക്കും. ഞാൻ ചോദിക്കുന്നതെല്ലാം തരികയും ചെയ്യും. അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതും ഭദ്ര ചിരി ഒതുക്കി. ചോദിക്കുന്നതെല്ലാം തരുമോ? അതെ, മെഡിസിൻ, ഭക്ഷണം എല്ലാം. അദ്ദേഹം നിരപരാധിയായി പറഞ്ഞതും ഭദ്ര റിപ്പോർട്ട് എടുത്തു നോക്കി. അടുത്ത നിമിഷം അവളുടെ മുഖം മാറി. ഷുഗർ ലെവൽ കുത്തിനെ കൂടിയിരിക്കുന്നു. അവൾ പെട്ടെന്ന് തലയുയർത്തി. അപ്പച്ചൻ ഇന്നലെ ചോറ് കഴിച്ചോ? അദ്ദേഹത്തിന്റെ മുഖത്തെ പരിഭ്രമം കണ്ടതും ഭദ്രയ്ക്ക് കാര്യം മനസ്സിലായി. അപ്പച്ച! അവൾ ദേഷ്യപ്പെട്ടു. അലവ് ചെയ്യാത്ത ഭക്ഷണം എങ്ങനെ കഴിച്ചു? അദ്ദേഹം മിണ്ടാതെ തല കുനിച്ചു. അവൾക്ക് ചിരിയോടൊപ്പം ദേഷ്യവും വന്നു. ഇന്നലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിസ്റ്ററെ കാണണം. അദ്ദേഹം കുട്ടിയെ പോലെ പറഞ്ഞു. അവൾ ലീവാണ്. അത് കേട്ടതും ആ മുഖത്ത് നിരാശ നിറഞ്ഞു. അടുത്തിരുന്ന നേഴ്സ് ചിരിക്കുകയായിരുന്നു. ഇന്നലെ പറഞ്ഞ ഡയറ്റ് കൊടുക്കാതെ ഇവർ ചോറ് കഴിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. കാശി സാറിനെ വിളിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞതും ഭദ്ര തിരിഞ്ഞു. അപ്പോഴാണ് മോളെ അപ്പച്ചന്റെ ശബ്ദം വിറച്ചത്. ഭദ്ര പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അദ്ദേഹം നെഞ്ചിൽ കൈവച്ചിരിക്കുന്നു. മുഖം വല്ലാതെ വിളറി. എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ആ വാക്കുകൾ കേട്ട നിമിഷം
ഭദ്രയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. ഒന്നുമില്ല അപ്പച്ച, ടെൻഷൻ കൊണ്ടാകും, ഞാൻ ഡോക്ടറെ വിളിക്കാം. ഭദ്ര അങ്ങനെ പറഞ്ഞെങ്കിലും അവളുടെ ശബ്ദത്തിൽ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. അപ്പച്ചന്റെ നെഞ്ച് അതിവേഗം ഉയർന്നു താഴുന്നുണ്ടായിരുന്നു. ശ്വാസം വലിക്കാൻ പോലും അദ്ദേഹം ബുദ്ധിമുട്ടുന്ന പോലെ തോന്നി. ഭദ്ര വേഗം ഹെഡ് നേഴ്സിനെ നോക്കി. സാറിനെ വിളിക്ക്. ഹെഡ് നേഴ്സ് ഉടൻ ഫോൺ എടുത്ത് കാശിയുടെ പേഴ്സണൽ നമ്പറിലേക്ക് വിളിച്ചു. റിങ് പോകുന്നുണ്ടായിരുന്നു, പക്ഷേ എടുക്കുന്നില്ല. ഭദ്ര അവരെ കാത്തു നിന്നില്ല. അവൾ വേഗം ഓക്സിജൻ സെറ്റ് ചെയ്തു, പൾസ് പരിശോധിച്ചു, മോണിറ്റർ കണക്ട് ചെയ്തു. അപ്പച്ചന്റെ കൈ പിടിച്ച് അപ്പച്ച റിലാക്സ്, ഒന്നും ആവില്ല എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ഫോൺ എടുത്തു. അപ്പുറത്ത് നിന്ന് കാശിയുടെ ശബ്ദം കേട്ടതും ഹെഡ് നേഴ്സ് വേഗം പറഞ്ഞു, സർ അപ്പച്ചന് ഭയങ്കര ബുദ്ധിമുട്ട്, ശ്വാസം കിട്ടാതെ പിടയുന്നുണ്ട്. അത് കേട്ടതും ഫോൺ കട്ടായി. അവൻ വരികയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഭദ്ര അതുവരെ വേണ്ട എല്ലാ പ്രാഥമിക ചികിത്സയും കൊടുത്തുകൊണ്ടിരുന്നു. അവളുടെ മുഖത്ത് ടെൻഷൻ വ്യക്തമായിരുന്നു. അവൾ വീണ്ടും വീണ്ടും മോണിറ്ററിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഡോർ ശക്തമായി തുറന്നത്. കാശി വേഗത്തിൽ നടന്ന് അകത്തേക്ക് വന്ന അവന്റെ മുഖം ഗൗരവം നിറഞ്ഞതായിരുന്നു. അവൻ ഒരു നിമിഷം പോലും കളയാതെ അപ്പച്ചനെ പരിശോധിച്ചു. BP അവൻ പറഞ്ഞതും ഭദ്ര ഉടനെ റീഡിംഗ് പറഞ്ഞു. ഇഞ്ചക്ഷൻ അവൻ പേര് പറഞ്ഞതും ഭദ്ര വേഗം എടുത്തു കൊടുത്തു. അവരുടെ കൈകൾ ഒരു നിമിഷം സ്പർശിച്ചു, പക്ഷെ രണ്ടുപേരും തമ്മിൽ നോക്കിയില്ല. കാശി മുഴുവൻ ശ്രദ്ധയും പേഷ്യന്റിലായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അപ്പച്ചന്റെ ശ്വാസം പതുക്കെ നോർമലാകാൻ തുടങ്ങി. മോണിറ്ററിലെ റീഡിങ്ങും സ്റ്റേബിളായി. അത് കണ്ടതും എല്ലാവരും ഒരുമിച്ച് ശ്വാസം വിട്ടു. പക്ഷെ അടുത്ത നിമിഷം കാശി തിരിഞ്ഞു. അവന്റെ കണ്ണുകൾ നേരെ ഭദ്രയിലേക്ക് എത്തി. ആ നോട്ടം കണ്ട നിമിഷം ഭദ്രയുടെ നെഞ്ചൊന്ന് വിറച്ചു. ഈ പേഷ്യന്റ് ഉത്തരവാദിത്തം ആരുടെയായിരുന്നു? പക്ഷേ അതിനുള്ളിൽ കത്തുന്ന ദേഷ്യം വ്യക്തമായിരുന്നു. ഭദ്ര ഞെട്ടി അവനെ നോക്കി. അവൻ ഹെഡ് നേഴ്സിനോട് ചോദിച്ചു. അവർ ഒരു നിമിഷം മടിച്ചു. സർ ഇന്നലെ ഭദ്ര സിസ്റ്റർ ലീവായിരുന്നു. അപ്പോൾ കാശിയുടെ ശബ്ദം കടുപ്പമായി. ഈ അപ്പച്ചന്റെ കാര്യം നോക്കേണ്ടത് ആരായിരുന്നു? ആരും ഒന്നും മിണ്ടിയില്ല. അവന്റെ കണ്ണുകൾ വീണ്ടും ഭദ്രയിലേക്ക് തിരിഞ്ഞു. പറയൂ. ഭദ്രയുടെ തൊണ്ട വരണ്ടു പോയിരുന്നു. ഞാൻ ഇന്നലെ എന്തിനാ ലീവ് എടുത്തത്? പെട്ടെന്ന് കാശി ചോദിച്ചു. എല്ലാവരും ഞെട്ടി അവനെ നോക്കി. അവന്റെ ദേഷ്യം സാധാരണയിലധികമായിരുന്നു. എന്തിനാ ലീവ് എടുത്തത്? അവൻ വീണ്ടും ചോദിച്ചു. നിങ്ങൾക്കൊക്കെ മനുഷ്യരുടെ ജീവിതത്തിന് ഒരു വിലയുമില്ലല്ലേ? ഭദ്രയുടെ കണ്ണുകൾ വലുതായി. അവൻ പറയുന്നതൊന്നും അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എപ്പോ വേണമെങ്കിലും ലീവ് എടുക്കാം, എപ്പോ വേണമെങ്കിലും കറങ്ങി നടക്കാം. അവന്റെ ശബ്ദം ഉയർന്നു. പേഷ്യൻസിന് എന്തായാലും പ്രശ്നമില്ല. അവിടെ നിന്നിരുന്ന സിസ്റ്റർമാരെല്ലാം പരസ്പരം നോക്കി. എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. ഭദ്ര പൂർണ്ണമായി ഞെട്ടി നിൽക്കായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിറഞ്ഞ വെള്ളം അവൾ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. കാശി പെട്ടെന്ന് മുഖം തിരിച്ചു. എന്റെ ക്യാബിനിലേക്ക് വരൂ. അത്രമാത്രം പറഞ്ഞ് അവൻ ദേഷ്യത്തോടെ പുറത്തേക്ക് നടന്നു. ഭദ്ര അവൻ പോകുന്നത് നോക്കി നിന്നു. അവളുടെ നെഞ്ചിനുള്ളിൽ എന്തോ കുത്തിപ്പൊട്ടുന്നത് പോലെ തോന്നി. എന്താ കാര്യം? ഒരു സിസ്റ്റർ പതുക്കെ ചോദിച്ചു. അപ്പോഴാണ് സംഗീത നടന്നു വന്നത്. ഭദ്രയുടെ നിൽപ്പും സങ്കടവും കണ്ടപ്പോ സംഗീത കാര്യം തിരക്കി. കൂടെയുണ്ടായിരുന്ന സിസ്റ്റർ കാര്യം പറഞ്ഞു. അല്ല, ഇന്നലെ ഞങ്ങൾ മാളിപ്പോയപ്പോ സാറിനെ കണ്ടായിരുന്നല്ലോ. അവൾ സാധാരണ പോലെ പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി. കാശി സാറ് നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നോ? സംഗീത പെട്ടെന്ന് അബദ്ധം മനസ്സിലാക്കി. അല്ല, അങ്ങനെയല്ല, ടീച്ചറമ്മയോടൊപ്പമായിരുന്നു. അവൾ വേഗം വിശദീകരിച്ചു. ഭദ്ര ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. നീ സാറിനെ കാണുന്നുണ്ടോ? സംഗീത ചോദിച്ചു. സങ്കടത്തോടെ തന്നെ ഭദ്ര സംഗീതയെ നോക്കി. നീ ചെല്ല്. സംഗീത അവളുടെ കൈ പിടിച്ചു. ലീവ് എടുത്തത് എന്തിനാണെന്ന് ചോദിക്കാൻ മാനേജ്മെന്റിന് അവകാശമില്ല. ഞാൻ കൂടി വരാം. വേണ്ട, ഭദ്ര പതുക്കെ പറഞ്ഞു. അവളുടെ ശബ്ദം വിറച്ചിരുന്നു. അവൾ വേഗം കണ്ണു തുടച്ചു. പക്ഷേ അവൾക്കൊന്നും മനസ്സിലായില്ല. എന്തിനാണ് അവൻ ഇത്ര ദേഷ്യപ്പെട്ടത്? അതേസമയം കാശി ക്യാബിനിൽ ഇരിക്കുകയായിരുന്നു. അവന്റെ കൈകൾ മുറുകെ ചേർന്നിരുന്നു. ശ്വാസം അസ്വസ്ഥമായി ഉയർന്നു താഴ്ന്നുകൊണ്ടിരുന്നു. എന്തിനാ അവളോട് അങ്ങനെ സംസാരിച്ചത്? അവന് ഉത്തരമില്ലായിരുന്നു. പക്ഷേ അവളെ കാണുമ്പോൾ തനിക്കുണ്ടാകുന്ന അസ്വസ്ഥത, ഇന്നലെ അവളുടെ ശരീരത്ത് തന്റെ കൈസ്പർശം അറിഞ്ഞത്, ഇപ്പോൾ എവിടെ നോക്കിയാലും അവളെ കാണുന്നത്, ഇന്നലെ രാത്രിയും ആ ജനാലയിൽ കണ്ട ആ രൂപം ഓർമ്മ വന്ന നിമിഷം മുതൽ ഉള്ളിലെന്തോ കത്തിക്കൊണ്ടിരുന്നു. അത് ദേഷ്യമോ അസൂയയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ? അവന് തന്നെ അറിയില്ലായിരുന്നു. അപ്പോഴാണ് CCTV സ്ക്രീനിൽ ഭദ്ര ക്യാബിനിലേക്ക് നടക്കുന്നത് കണ്ടത്. കണ്ണുകൾ നിറഞ്ഞ നിലയിൽ തുടയ്ക്കുന്നുണ്ട്. അത് കണ്ട നിമിഷം കാശിയുടെ മുഖം മങ്ങി.
ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ അവൻ എഴുന്നേറ്റു. പിന്നിലെ അവന്റെ പേഴ്സണൽ റൂമിലേക്ക് നടന്നു. ഭദ്രയുടെ കണ്ണുകളിലേക്ക് നോക്കാൻ ആ നിമിഷം അവന് ധൈര്യമുണ്ടായിരുന്നില്ല. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് എൻ്റെ മോൻ്റെ പിറന്നാളാണ്, നാളെ ബർത്ത്ഡേ ആണ്. 2 ദിവസം അടുപ്പിച്ചടുപ്പിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ചെറിയൊരു ആഘോഷമാണ്, അതിൻ്റെ തിരക്കായിരുന്നു. അപ്പോൾ എല്ലാവരും സ്റ്റോറി കേട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അടുത്ത സ്റ്റോറിയുമായിട്ട് വരാവേ. ബൈ.